ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യ പേപ്പറുകളെ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്ന സെറ്റ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നോക്കൂ, ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് എംഫസൈസ് സൈക്കോളജി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതായത് സ്വയം പഠനം അല്ലെങ്കിൽ സ്വയം പഠിക്കുക എന്നുള്ള ആ ഒരു ആശയം എംഫസൈസ് ചെയ്ത് ആരാണെന്നുള്ളതാണ്. ഐഡിയലിസ്റ്റുകളാണോ, നാച്ചുറലിസ്റ്റ് ആണോ, റിയലിസ്റ്റിസ്റ്റ് ആണോ, അതോ പ്രഗ്മാറ്റിസ്റ്റ് ആണോ? അപ്പോൾ ഈ ഒരു ആശയം മുമ്പോട്ട് വെച്ചത് ഏത് വിഭാഗത്തിൽപ്പെട്ട സൈക്കോളജിസ്റ്റുകളാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നാച്ചുറലിസ്റ്റുകളാണ് കേട്ടോ. നാച്ചുറലിസ്റ്റുകളാണ് സെൽഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ, അല്ലെ ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ആശയം മുൻപോട്ടേക്ക് വെച്ചത്. ഓക്കെ, വിച്ച് among the following is not a part of traditional Indian culture? അല്ലെങ്കിൽ പരമ്പരാഗതമായ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻസിന്റെ അല്ലെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഏകദേശ ധാരണ ലഭിക്കും കേട്ടോ. ഓക്കെ, ധർമ്മ ആൻഡ് കർമ്മ അറിയാമല്ലോ. കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, അതുപോലെ പീസ് ആൻഡ് നോൺ വയലൻസ്, റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ്. ഇതിൽ ഇന്ത്യൻ ട്രഡീഷണൽ കൾച്ചറുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയുള്ളൂ. മ്യൂസിക് ഈസ് എ മോറൽ ലോ, ഇറ്റ് ഗീവ്സ് സോൾ ടു ദ യൂണിവേഴ്സ്, വിങ്സ് ടു ദ മൈൻഡ്, flight to the imagination and charm and gaiety to life and to everything. Who stated this? ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് ആരാണെന്നാണ് ചോദ്യം. മ്യൂസിക് ഈസ് എ മോറൽ ലോ, ഇറ്റ് ഗീവ്സ് സോൾ ടു ദ യൂണിവേഴ്സ്, വിങ്സ് ടു ദ മൈൻഡ്, ഫ്ലൈറ്റ് ടു ദ ഇമാജിനേഷൻ ആൻഡ് ചാം ആൻഡ് ഗെയ്റ്റി ടു ലൈഫ് ആൻഡ് ടു എവറിഥിങ്. ഹു സ്റ്റേറ്റഡ് ദിസ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഗാന്ധിജി ഉണ്ട്, എസ് രാധാകൃഷ്ണൻ ഉണ്ട്, പ്ലേറ്റോ ഉണ്ട്, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്. ഇതിൻ്റെ ഉത്തരം പറഞ്ഞു. ഉത്തരം പ്ലേറ്റോ ആണ്, പ്ലേറ്റോ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കോഡ്സ് നോക്കാം. എഡ്യൂക്കേഷൻ ഈസ് ദ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് പോവർട്ടി. എഡ്യൂക്കേഷൻ എന്നത് ദാരിദ്ര്യത്തിനെതിരെയുള്ള ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ ദാർശനികരിൽ പ്രധാനപ്പെട്ട ചില ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാമല്ലോ. സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ് ടാഗോർ, ഗാന്ധിജി, അതുപോലെ അറിയാമല്ലോ ഇന്ത്യൻ സൈക്കോളജിയുടെ വക്താക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ദ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് പോവർട്ടി, അതായത് ദാരിദ്ര്യത്തിനെതിരെയുള്ള ഇൻഷുറൻസ് ആണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. എ ടീച്ചർ ഷുഡ് ബി എ സെൽഫ് ബേണിംഗ് ലാമ്പ് ബിക്കോസ് ഓൺലി എ സെൽഫ് ബേണിംഗ് ലാമ്പ് ക്യാൻ ലൈറ്റ് അതേഴ്സ്. അതായത് അങ്ങനെ പറഞ്ഞത് ടാഗോറാണ്. അതായത് ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് സ്വയം ജ്വലിക്കുന്ന ഒരു ദീപമായിരിക്കണം. കാരണം സ്വയം ജ്വലിക്കുന്ന ദീപത്തിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ അതിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ നല്ലൊരു ആശയമാണ് അല്ലേ. സ്വയം തെളിഞ്ഞിരിക്കുന്ന ഒരു ദീപത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു ദീപത്തിലേക്ക് നമുക്ക് ആ ഒരു ഫയർ പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ മികച്ച ഒരു കോട്ടെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുക. അത് പറഞ്ഞത് അല്ലെങ്കിൽ അത് പ്രസ്താവിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറാണ് സ്റ്റാർട്ടഡ് ശാന്തി നികേതൻ എഡ്യൂക്കേഷൻ സെൻറ്റർ ടു കൊൽക്കത്തയിൽ 1901 കൊൽക്കത്തയിൽ ശാന്തി നികേതൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ വിദ്യാ കേന്ദ്രം സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ അതിൻ്റെ വർഷവും ഓർത്തിരിക്കുക. ശാന്തി നികേതൻ സ്ഥാപിച്ചത് 1901. ലേറ്റർ ഇറ്റ് ബിക്കം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഇൻ ദ ഇയർ 1921. 1921 അത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നിലവിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 1921 അത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയായി മാറിയത്. ഓക്കെ, ടെക്സ്റ്റസ് ആർ ദ മീഡിയം ടു ബിൽഡ് ബ്രിഡ്ജ് ബിറ്റ്വീൻ കൾച്ചേഴ്സ്. സംസ്കാരങ്ങൾക്കിടയിൽ പാലം പണിയാനുള്ള മാധ്യമമാണ് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്കാരങ്ങൾക്കിടയിൽ പാലം പണിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പാലം പണിയാൻ സഹായിക്കുന്ന മാധ്യമങ്ങളാണ് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ടെക്സ്റ്റസ് ആർ ദ മീഡിയം ടു ബിൽഡ് ബ്രിഡ്ജ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, അടുത്ത് നോക്കിയോളൂ, മറ്റൊരു കോട്ട് നോക്കിയോളൂ. ടെക്സ്റ്റസ് ഗീവ് സോൾ ടു യൂണിവേഴ്സ്, വിങ്സ് ടു മൈൻഡ്, വിങ്സ് ടു തോട്ട്സ്,
ലൈഫ് ടു എവറിത്തിങ്. നേരത്തെ തന്നെ പ്ലേറ്റോയുടെ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നോക്കിയോളൂ. ടെക്സ്റ്റസ് ഗീവ് സോൾ ടു യൂണിവേഴ്സ്. ടെക്സ്റ്റുകൾ, പുസ്തകങ്ങൾ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ എന്താണ് ഈ ഭൂലോകത്തിന് തന്നെ ആത്മാവ് നൽകുന്നു. പ്രപഞ്ചത്തിന് ആത്മാവ് നൽകുന്നു. വിങ്സ് ടു മൈൻഡ്, മനസ്സിന് ചിറകുകൾ നൽകുന്നു. വിങ്സ് ടു തോട്ട്സ്, ചിന്തകൾക്കും അല്ലെങ്കിൽ എന്താണ് ചിന്തകൾക്ക് വിങ്സ് നൽകുന്നു, ചിറകുകൾ നൽകുന്നു. ലൈഫ് ടു എവറിത്തിങ്, എന്തിനും ജീവൻ നൽകും, എല്ലാത്തിനും ജീവൻ നൽകുന്നു. ആര്? പുസ്തകങ്ങൾ എന്ന് പറഞ്ഞതാണ് പ്ലേറ്റോ. അപ്പോൾ പ്ലേറ്റോ പറഞ്ഞ മറ്റൊരു കോട്ട് എന്താണ്? ടെക്സ്റ്റസ് ഗീവ് സോൾ ടു യൂണിവേഴ്സ്, വിങ്സ് ടു മൈൻഡ്, വിങ്സ് ടു തോട്ട്സ് ആൻഡ് ലൈഫ് ടു എവറിത്തിങ്. എന്തിനും അല്ലെങ്കിൽ ഏതിനും ജീവൻ നൽകുന്ന ഒന്നാണ് പുസ്തകം എന്ന് പറഞ്ഞത് പ്ലേറ്റോ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ സെന്റർ ഫൗണ്ടഡ് ബൈ പ്ലേറ്റോ, അക്കാഡമി. അല്ലെങ്കിൽ പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണിത് അക്കാഡമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകളിലൊന്നാണ് ദ റിപ്പബ്ലിക്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകളിലൊന്നാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ദ റിപ്പബ്ലിക് എന്ന കൃതി രചിച്ച ആരാണെന്ന് ചോദിച്ചാൽ പ്ലേറ്റോ ആണ്. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസെപ്റ്റ് ഫോർമേഷൻ ഇൻവോൾവ്സ്, അതായത് ആശയ രൂപീകരണത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അബ്സ്ട്രാക്റ്റിംഗ് ഓൺലി, അതായത് അമൂർത്ത ചിന്തനം എന്നുള്ളതാണ് അബ്സ്ട്രാക്റ്റിംഗ് എന്നുള്ള ഉദ്ദേശം. ജനറലൈസേഷൻ ഓൺലി, അബ്സ്ട്രാക്റ്റിംഗ് ജനറലൈസേഷൻ ടൈപ്പ് ചെയ്ത് എന്തൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അബ്സ്ട്രാക്റ്റിംഗ് നെയ്തർ എന്നായിരിക്കണം ജനറലൈസേഷൻ. ഓക്കെ, ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ, അബ്സ്ട്രാക്ഷനും ജനറലൈസേഷൻ നെയ്തർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആശയ രൂപീകരണത്തിന് ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിൻ്റെ അകത്ത് ഉത്തരമായി വരുന്നത് ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ എന്നുള്ളതാണ്. അതായത് അമൂർത്ത ചിന്തനം അതുപോലെ സാമാന്യവൽക്കരണം, ഈ രണ്ട് കാര്യങ്ങളും ഒരു കൺസെപ്റ്റ് ഫോർമേഷൻ ആവശ്യമുള്ള കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് CAT ഫോർ പേഴ്സണാലിറ്റി മെഷർമെന്റ് വാസ് ഡെവലപ്ഡ് ബൈ. ഈ CAT അല്ലെങ്കിൽ ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഒക്കെ. അപ്പോൾ ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റുകളിൽ ഒരെണ്ണമാണ് CAT എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കപ്പെടുന്ന ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ, ആരാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കോളൂ. ഹോളണ്ട്, സ്കിന്നർ, മുറേ, ബെല്ലാക്ക്. ഇതിലാരാണ് ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ബെല്ലാക്കാണ്, ബെല്ലാക്ക്. ഓക്കെ, അതുപോലെ രണ്ട് ടെസ്റ്റുകൾ കൂടി നോക്കിയോ. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT, അത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മുറേ ആൻഡ് മോർഗൻ ആണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത്. അതുപോലെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് WAT എന്ന് ചുരുക്കപ്പേര് വിളിക്കുന്ന വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്താണ് ഡെവലപ്പ് ചെയ്തെടുത്ത ആരാണ്? കാൾ യുങ് ആണ്. ഓക്കെ, അപ്പോൾ ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ബെല്ലാക്ക്, അതുപോലെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് മുറേ ആൻഡ് മോർഗൻ, അതുപോലെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കാൾ യുങ് ആണ്. ഓക്കെ, ഇതൊക്കെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ്. എന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. അതായത് എന്താണ് ഒരാളുടെ ഉള്ളിലുള്ള വാസനയെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ബാലൻസ് ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എത്രയും വേഗം കാണാം. അതുവരെ ഗുഡ് ബൈ.